ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഴ്സസ് ലൂ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡയബറ്റീസ് മെലൈറ്റിസിന്റെ ഒരു കോംപ്ലിക്കേഷനായ ഹൈപ്പർഗ്ലൈസിമി ഹൈപ്പറോസ്മോളാർ സ്റ്റേറ്റ് ഓർ HHS ആണ്. എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. അതുപോലെ DMന്റെ വേറൊരു കോംപ്ലിക്കേഷനായ ഡയബറ്റിക് കീറ്റോ അസിഡോസിസിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അതുകൂടി എല്ലാവരും കാണുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. Hyperglycemic hyperosmolar state. Definition: severe hyperglycemia more than 500 mg per dl without ketosis or acidosis leads to extreme dehydration and hyperosmolarity. Commonly occurs in type 2 DM. ഓക്കെ, ടൈപ്പ് 2 DM-ൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ അത് സെൽസിന് പ്രോപ്പറായിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ടൈപ്പ് 2 DM-ൽ. ഈ ടൈപ്പ് 2 DM-ന്റെ കോംപ്ലിക്കേഷൻ ആണ് HHS. ഇവിടെ സിവിയർ ആയിട്ടുള്ള ഹൈപ്പർഗ്ലൈസിമിയ, ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും, കാരണം ഇൻസുലിൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ കീറ്റോസിസും അസിഡോസിസും ഉണ്ടാകുന്നില്ല. ഈ കീറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ബേൺ ആയിട്ട് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതാണ് കീറ്റോൺസ്. ഈ കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചറാണ്. അപ്പോൾ ഈ കീറ്റോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേനും ബോഡിയിൽ മെറ്റാബോളിക് അസിഡോസിസിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ കീറ്റോസിസും അസിഡോസിസും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഉള്ളതുകൊണ്ട് ഫാറ്റ് ബേൺ ആവുന്നില്ല. ഫാറ്റ് ബേൺ ആയിട്ട് കീറ്റോസിസ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കീറ്റോസിസും അസിഡോസിസും ഇല്ലാത്തത്. എന്നാൽ ഡയബറ്റിക് കീറ്റോ അസിഡോസിസിൽ അവിടെ ഇൻസുലിൻ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പം ഫാറ്റ് ബേൺ ആവുന്നു, അതുമൂലം കീറ്റോസിസ് ഉണ്ടാകുന്നു. ഫാറ്റ് ബേൺ ആവുന്നത് എനർജിക്ക് വേണ്ടിയാണ്, അതുമൂലം കീറ്റോസിസ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസിൽ ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഫാറ്റ് ബേൺ ആവുന്നില്ല, പക്ഷെ ബാക്കിയെല്ലാ സിംറ്റംസും ഉണ്ടാവും. ഇവർക്ക് സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷനും ഹൈപ്പർ ഓസ്മോളാരിറ്റി ഉണ്ടാവുന്നു. റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഓൾഡർ അഡൽട്സ് വിത്ത് ടൈപ്പ് 2 DM ഓൾറെഡി പറഞ്ഞു. ടൈപ്പ് 2 DM-ന്റെ കോംപ്ലിക്കേഷൻ ആണ്. അവർ പ്രോപ്പറായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നില്ല, മാനേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുന്നില്ലെങ്കിൽ അവർക്ക് റിസ്ക് കൂടുതലാണ്. അതുപോലെ ഇൻഫെക്ഷൻ ഓർ അക്യൂട്ട് ഇൽനെസ്. അക്യൂട്ട് ഇൽനെസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിന് സ്ട്രെസ് ഹോർമോൺസ് ഇൽനെസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ സമയത്ത് സ്ട്രെസ് ഹോർമോൺസ് കൂടും. ഈ കോർട്ടിസോളൊക്കെ സ്ട്രെസ് ഹോർമോൺ ആണ്. കോർട്ടിസോളൊക്കെ ഷുഗർ പ്രൊഡക്ഷൻ കൂട്ടും. നെക്സ്റ്റ് മെഡിക്കേഷൻ, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ഡയോട്ടിക്സ്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ സ്റ്റീറോയിഡ് മെഡിക്കേഷൻസ് ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും. പിന്നെ ഡയോട്ടിക്സ് കൊടുക്കുമ്പോൾ ഒരുപാട് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവും, അപ്പം ബ്ലഡ് കൂടുതൽ തിക്കാവും. അപ്പോൾ അതുമൂലം ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുവർ ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ്. ഇവിടെ പുവർ ഫ്ലൂയിഡ് ഇൻടേക്ക് കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അതുപോലെ ബ്ലഡിന്റെ ഓസ്മോലാരിറ്റി കൂടും. അതൊക്കെ HHS-ലേക്ക് ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സിവിയർ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ കാരണം അവർക്ക് പോളിയൂറി ഉണ്ടാകും. പോളിയൂറി ഉണ്ടാകുമ്പോൾ കൂടുതൽ ഗ്ലൂക്കോസും വാട്ടറും യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ആവും, അതുമൂലം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. ഡീഹൈഡ്രേഷൻ്റെ സയൻസ് ആണ് ഡ്രൈ മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് പുവർ സ്കിൻ ടർഗർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പോളിയൂറിയ, പോളിഡിപ്സിയ, എക്സസീവ് തേഴ്സ്റ്റ് ഉണ്ടാവും. ന്യൂറോളജിക്കൽ ചേഞ്ചസ്, അത് കൺഫ്യൂഷൻ, ലെഥാർജി, സീഷർ, ഇതൊക്കെ ഉണ്ടാവാൻ കാരണം ബ്രെയിനിലേക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള എനർജി ഗ്ലൂക്കോസ് കിട്ടാത്തതുകൊണ്ടാണ്. സെൽസിൽ പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് കിട്ടാത്തതുകൊണ്ട് കൺഫ്യൂഷൻ, ലെഥാർജി ഒക്കെ ഉണ്ടാവും. അതുപോലെ ഹൈപ്പോടെൻഷൻ, ടെക്കിക്കാർഡിയ, ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും BP കുറയും, ഹാർട്ട് റേറ്റ് കൂടും. പിന്നെ നോ സിഗ്നിഫിക്കൻ്റ് കീറ്റോ അസിഡോസിസ്. ഇവിടെ പിന്നെ ഫാറ്റിൻ്റെ ബേൺ ഉണ്ടാവുന്നില്ല, ഫാറ്റ് ബേൺ ആവുന്നില്ല, അതുമൂലം കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. DKയിലാണെങ്കിൽ ടൈപ്പ് 1-ലാണ് മെയിനായിട്ട് കാണുന്നത്. അവിടെ ഫാറ്റ് ബേൺ ആയിട്ട് കീറ്റോൺസ് ഉണ്ടാകുന്നു. എന്നാൽ HHS-ലാണെങ്കിൽ ഇവിടെ ടൈപ്പ് 2-ലാണ് കാണുന്നത്. ഇവിടെ ഫാറ്റ് ബേണിംഗ് ഇല്ല, കാരണം ഇൻസുലിൻ ഫാറ്റ് ബേൺ ആകാതിരിക്കാനുള്ള ഇൻസുലിൻ ഉണ്ട്, എന്നാൽ ഗ്ലൂക്കോസിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഇല്ല, അല്ലെങ്കിൽ സെൽസ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. നമുക്ക് എന്തൊക്കെയാണ് നെക്സ്റ്റ് ലാബ് വാല്യൂസ് നോക്കാം. ഫസ്റ്റ് ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മോർ ദാൻ 500 mg per dl ആണ്, ഹൈപ്പർഗ്ലൈസിമിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് സിറം ഓസ്മോലാലിറ്റി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 320 MOS per kg ആണ്. ഇത് ഓസ്മോലാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ, എത്ര തിക്കാണെന്നൊക്കെയുള്ള കോൺസെൻട്രേഷൻ ഇല്ലേ, അതിവിടെ ഭയങ്കര കൂടുതലായിരിക്കും, കാരണം ഓൾറെഡി ഡീഹൈഡ്രേഷൻ
ഒക്കെ ഉള്ളതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ട്, അതായത് സോഡിയം പൊട്ടാസ്യം. സോഡിയം ഹൈപ്പോനാട്രീമിയ ആയിരിക്കും, സോഡിയം കുറവായിരിക്കും. കാരണം യൂറിനിൽ കൂടെ ഒരുപാട് സോഡിയം എക്സ്ക്രീറ്റ് ആവുന്നു. അതുപോലെ ഹൈപ്പോകലീമിയ, പൊട്ടാസ്യം ഇവിടെ എക്സ്ക്രീറ്റ് ആവുന്നു. നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് മാനേജ്മെന്റ് ആണ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനേജ്മെന്റ് ആണ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. ഇനിഷ്യലി IV NS നോർമൽ 0.9% കൊടുക്കും ഫ്ലൂയിഡ് വോളിയം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. പിന്നീട് സോഡിയം ലെവൽ ഹൈ ആവുകയാണെങ്കിൽ നമ്മൾ 0.45% NSലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് മാനേജ്മെന്റ് ആണ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. ഇവിടെ ഡീഹൈഡ്രേഷൻ ഉണ്ട്, അപ്പോൾ ഡീഹൈഡ്രേഷൻ ആണ് ഫസ്റ്റ് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻസുലിൻ തെറാപ്പി. ലോ ഡോസ് ഓഫ് IV റെഗുലർ ഇൻസുലിൻ ഇഫ് ഹൈപ്പർഗ്ലൈസീമിയ പെർസിസ്റ്റ് ആഫ്റ്റർ ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ് കൊടുത്തിട്ടും ഹൈപ്പർഗ്ലൈസീമിയ ആണെങ്കിൽ നമുക്ക് IV റെഗുലർ ഇൻസുലിൻ, ലോ ഡോസ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ IV റെഗുലർ ഇൻസുലിൻ മാത്രമാണ് നമ്മൾ IV കൊടുക്കുന്നത്, IV ആയിട്ട് കൊടുക്കുന്ന ഇൻസുലിൻ. ഓക്കെ, പിന്നെ ഈ ഇൻസുലിൻ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പൊട്ടാസ്യം ചെക്ക് ചെയ്യണം, കാരണം ഓൾറെഡി പേഷ്യൻറ്റിന് ഹൈപ്പോകലീമിയ ഉണ്ട്. അത് കൂടാണ്ട് ഇൻസുലിൻ കൊടുക്കുന്ന ടൈമിൽ ഇൻസുലിൻ പൊട്ടാസ്യത്തെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നു. സെല്ലിൻ്റെ ഉള്ളിലേക്ക് പൊട്ടാസ്യം പോകുമ്പോൾ ബ്ലഡിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുന്നത് പിന്നെയും സിവിയർ ആയിട്ടുള്ള ഹൈപ്പോകലീമിയയിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നതിന് മുമ്പ് പൊട്ടാസ്യം ചെക്ക് ചെയ്തിട്ട് പൊട്ടാസ്യം ഓക്കെ ആണെന്ന് നോക്കിയിട്ട് മാത്രമാണ് ഇൻസുലിൻ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെന്റ് ആണ് ഇലക്ട്രോലൈറ്റ് മോണിറ്ററിങ് ആൻഡ് റീപ്ലേസ്മെന്റ്. ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഹൈപ്പോനാട്രീമിയ, സോഡിയം കുറയാനും പൊട്ടാസ്യം കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം ഇത് രണ്ടും മോണിറ്റർ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യുക. അതുപോലെ ഐഡന്റിഫൈ ആൻഡ് ട്രീറ്റ് അണ്ടർലൈൻ കോസസ്, ഇൻഫെക്ഷൻ, സ്ട്രോക്ക്, MI മെഡിക്കേഷൻ, ഇതൊക്കെ പുവർ ഫ്ലൂയിഡ് ഇൻടേക്ക്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുക. കാരണം ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ പെട്ടെന്ന് ഷുഗർ കൂടാൻ ചാൻസ് ഉണ്ട്, സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നുണ്ട്. അതുപോലെ മെഡിക്കേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുക, ഇൻസുലിനൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുക. പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്ക് ഒക്കെ കൂട്ടുക, ഡീഹൈഡ്രേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക. അതുപോലെ നേഴ്സിംഗ് മോണിറ്ററിംഗ് ആണ്. വൈറ്റൽ സൈൻസ് എപ്പോഴും ചെക്ക് ചെയ്യുക, മെന്റൽ സ്റ്റാറ്റസ്, യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ നോക്കുക. മെന്റൽ സ്റ്റാറ്റസ് നോക്കേണ്ട ഓൾറെഡി പറഞ്ഞു. പേഷ്യൻസിന് പ്രോപ്പറായിട്ടുള്ള എനർജി, ഗ്ലൂക്കോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് മെന്റൽ സ്റ്റാറ്റസിൽ പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട്, പോളിയൂറിയ ഉണ്ട്, അതുകൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക. ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ ഫ്ലൂയിഡ് ബാലൻസ് ആണെന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി മോർ ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യാൻ പറയുക. നെക്സ്റ്റ് ഗ്ലൂക്കോസ് every 1 to 2 hours ഇനിഷ്യലി. ബ്ലഡ് ഗ്ലൂക്കോസ് എപ്പോഴും ചെക്ക് ചെയ്യുക, 1 to 2 hours ഇനിഷ്യലി ചെക്ക് ചെയ്യുക. ഹൈപ്പർഗ്ലൈസീമിക് ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് IV ലോ ഡോസ് ഇൻസുലിൻ കൊടുക്കുക. അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ IV ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കുക. പിന്നെ സിറം ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഓസ്മോലാരിറ്റി ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് മാനേജ്മെന്റ്. HHS DK തമ്മിലുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ DKയിലാണെങ്കിൽ ടൈപ്പ് 1ലാണ്, HHSലാണെങ്കിൽ ടൈപ്പ് 2ലാണ് വരുന്നത്. അതുപോലെ തന്നെ DK ആണെങ്കിൽ കീറ്റോൺസ് പ്രൊഡക്ഷൻ ഉണ്ട്, ഇവിടെ കീറ്റോൺസ് പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ ബാക്കിയൊക്കെ ഏകദേശമൊക്കെ സെയിം ആണ്. പിന്നെ HHSൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ഹൈപ്പർ ഓസ്മോളാരിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ DKയിലാണെങ്കിൽ മെറ്റാബോളിക് അസിഡോസിസ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, 2-3 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലാം ഏകദേശമൊക്കെ കോസസും പിന്നെ സയൻസ് സിംറ്റംസും മാനേജ്മെന്റ് ഒക്കെ സെയിം ആണ്. മാനേജ്മെന്റ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. അത് 2 സ്ഥലത്തും DKയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും 2 സ്ഥലത്തും ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത്രയാണ് HHS. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കൂടുതൽ നേഴ്സിംഗ് എക്സാം ടോപ്പിക്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.